friends, welcome to my channel Nanja Blog. നമ്മൾ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നൊരു പൂവ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ പൂവ് പിണ്ടിക്കുത്തി പെരുന്നാൾക്കൊക്കെ യൂസ് ചെയ്യുന്ന മോഡൽ പൂവാണ്. ബട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഒരു റൂം മേക്ക് ഓവർ, നമുക്ക് നമ്മുടെ ഫ്ലവർ വേഴ്സിലൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് ചൈനീസ് പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഈ ചൈന പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നിവർത്തി വെച്ചിട്ട് അതിനെ രണ്ടായിട്ട് നമ്മൾ മടക്കില്ലേ, പകുതിയായിട്ട് അതേപോലെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വെട്ടിയിൽ നിന്ന് എടുത്തിട്ട് അത് വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ മടക്കുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് മടക്കണേന്നും വെട്ടണേന്നൊക്കെ വീഡിയോയിൽ കാട്ടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അതേപോലെ ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ മടക്കി ഇങ്ങനെയൊക്കെ തന്നെയാണ് മടക്കേണ്ടത്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ ചതുരാകൃതിയിലുള്ള പേപ്പേഴ്സാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ആ പേപ്പറിൽ നിന്ന് 4-5 പേപ്പർ നമ്മൾ വെട്ടി ചെയ്യുന്ന 4-5 പേപ്പർ എടുത്തിട്ട് അതൊന്ന് കൂട്ടി പിടിച്ചിട്ട് അതിന് ജസ്റ്റ് ഒന്ന് നടുവിൽ കൂടെ ഒരു മടക്കം മടക്കുക, പിന്നെ വീണ്ടും ഒരു മടക്കം മടക്കുക വീഡിയോയിൽ കാണുന്ന പോലെ, പിന്നെ മൂല മടക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് വെട്ടാം. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് വെട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ ഇത് നിവർത്തി നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. റൗണ്ട് വെട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. ഇനി നമുക്കൊരു 4-5 പേപ്പർ വെട്ടി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെട്ടിയത് 4-5 എണ്ണം എടുത്തിട്ട് മോളിക്ക് വെച്ചിട്ട് നമ്മുടെ ഒരു സ്റ്റിക്ക് ഉണ്ട്. ഈ സ്റ്റിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോയിൽ കാട്ടിത്തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഈ സ്റ്റിക്ക് ഞാനിങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ ആ പേപ്പേഴ്സിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ഹോൾ ഇട്ടിട്ട് കയറ്റുക. എന്നിട്ട് ആ ഫസ്റ്റ് ഇരിക്കുന്ന പേപ്പറിൻ്റെ അവിടെ ഗമ്മ് തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ഇങ്ങനെ ഞെക്കി കൊടുക്കുക. ഫസ്റ്റ് നിൽക്കുന്ന ആ പേപ്പർ മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ അത് ഒട്ടാൻ പാകത്തിന് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കേട്ടോ. അങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ അടിയിലുള്ള പേപ്പറിൽ നമ്മൾ ഗമ്മാക്കിയിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക. അങ്ങനത്തെ ആ എല്ലാ പേപ്പറിലും ഗമ്മാക്കിയിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മളത് ഒരു 5-6 ഇതൾ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ അമർത്തി കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരെണ്ണം ചെയ്ത് പിന്നെ രണ്ടാമത്തെ ചെയ്ത് അങ്ങനെയല്ല. 4 ഞാൻ എടുത്തിട്ടുണ്ട്. അത് 2 എണ്ണം വെച്ചിട്ടാണ് ഞാൻ പശ കൊണ്ട് ചെയ്തിട്ട് അമർത്തി കൊടുത്തത്. ഇനി നമുക്ക് അതിൻ്റെ അടിയിൽ ഇനി ഒരു പേപ്പർ കയറ്റിയിട്ട് ചതുരനെ ഇങ്ങനെ വെട്ടിയിട്ടുള്ള ഒരു പേപ്പർ കയറ്റിയിട്ട് അതിലും ഇങ്ങനെയൊന്ന് പശയാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇത് ഒരു മോഡൽ പൂവാണ് കേട്ടോ. അതങ്ങനെ ഒരു മോഡലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ അമർത്തി കൊടുക്കാം. അപ്പോൾ ഇതേ ഒരു മോഡൽ പൂവ് നമ്മുടെ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാട്ടിത്തരാം. എങ്ങനെയാണ് വരാമെന്ന് ഞാൻ കാട്ടിത്തരാം. ഇതേ ഇങ്ങനെയാണ് അപ്പോൾ ആ ഒരു പൂവ് നമ്മൾ ചെയ്യാൻ നോക്കിയത്. അപ്പോൾ ഇതേ ഇങ്ങനെയാണ് ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ആ പൂവിൻ്റെ റിസൾട്ട് വരിക. ഇനി വേറൊരു ടൈപ്പ് പൂവാണ് കേട്ടോ കാട്ടിത്തരാൻ പോകുന്നത്. അപ്പോൾ ഈ പൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5 ഇഞ്ച് നീളത്തിലാണ് ആ പേപ്പർ വെട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് 5 ഇഞ്ച് നീളത്തിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീശലിക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് മടക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങോട്ട് വേണ്ടി നമ്മൾ പഴയ കാലത്തൊക്കെ ഒരു വീശറി ഉണ്ടാക്കിയതിന് വീശ നടക്കില്ലേ, അതേപോലെ തന്നെ മടക്കി കൊടുക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കാം. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതേപോലെ മടക്കി കൊടുക്കാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് അത് ഇപ്പോൾ കുറച്ച് അങ്ങനെ ലെങ്ത്താണ് കേട്ടോ അത് മടക്കണ്ടേ. ഫുള്ള് എടുത്തിട്ടുണ്ട് ഇങ്ങനെ മടക്കണേന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ നടുവ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നൂല് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കമ്പി ചുറ്റി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ കമ്പി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നൂല് ചുറ്റി കൊടുത്തത്. എന്നിട്ട് നമുക്ക് ആ മടക്കേൻ്റെ ഇതളുകളെയൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊന്ന് നിവർത്തി കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മളതിനെ നിവർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നിവർത്തി എടുക്കാതുള്ളൂ. ഇപ്പം തന്നെ ആ ഒരു നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നോക്കാം എങ്ങനെ വരും എന്ന് നോക്കാം പൂവുണ്ടാക്കി കഴിയുമ്പോൾ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ക്യാമിൻ്റെ കുഴപ്പമാണ് കേട്ടോ കയ്യിൽ വരുന്ന സംഭവങ്ങൾ. അത് നമുക്കിനി അടുത്ത വീഡിയോസിൽ ക്ലിയർ ചെയ്യാം. എഡിറ്റ് ചെയ്യാൻ കയറ്റിയപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിക്കണത്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ആ പൂവിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്റ്റിക്ക് കയറ്റേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെയൊന്ന് ആ നൂല് ചുറ്റിയ ഭാഗം ഒന്ന് അകത്തേക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഗമ്മാക്കിയിട്ട് സ്റ്റിക്ക് കയറ്റി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഇത്ര സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു പൂവും മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതേ പല ടൈപ്പ് പൂക്കൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാട്ടിയ രണ്ടെണ്ണമാണ് വീഡിയോയിൽ കാട്ടിയ രണ്ടെണ്ണമാണ്. പല കളർ പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സ്റ്റിക്കിൽ എങ്ങനെയാണ് ചുറ്റണമെന്ന് കാട്ടിത്തരാമെന്ന്. അപ്പോൾ അതേ സ്റ്റിക്കിൽ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചുറ്റണത്. ആ ഈർക്കിലെടുത്തിട്ട് പിന്നെ ഒരു കുറച്ച് അതിൻ്റെ തുമ്പ് ഭാഗത്ത് പശയാക്കിയിട്ട് ഒരു വൈറ്റ് ഈ ചൈനീസ് പേപ്പർ തന്നെ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ എൻഡിലെത്തുമ്പോഴും ഇച്ചിരി ഗമ്മാക്കിയിട്ട് അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള സ്റ്റിക്കിൻ്റെ പണിയൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഞാൻ ഇതൊന്ന് പിണ്ടീമ കുത്തി കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇതേ പിണ്ടീമ ഞാൻ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ പൂക്കൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ല. ആ സംഭവത്തിൻ്റെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത് ഇപ്പോൾ ഞാൻ പിണ്ടീമ കുത്താൻ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മളിങ്ങനെ പെട്ടിയിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് കാട്ടി തരുന്നത് കേട്ടോ. അപ്പോൾ പിണ്ടീമയൊക്കെ കുത്തി നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് കമൻസൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. നിങ്ങളുടെ ഒരു കമൻറ്റാണ് നമുക്കിനി വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ വല്ല തെറ്റും കുറവുണ്ടെങ്കിൽ നിങ്ങൾ പറയുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട്, അവർക്കൊക്കെ താങ്ക്സ് ഉണ്ട്. ലൈക്ക് ചെയ്യുന്നവർക്കൊക്കെ താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനിയും കുറേ വീഡിയോസായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.